ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് പ്രോട്ടീൻ പൗഡർ ആണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആമണ്ട്സ്, അതായത് ബദാം, കാഷ്യൂ നട്ട്സ്, അൺസോൾട്ടഡ് പിസ്ത, വാൾനട്ട്സ്, പംകിൻ സീഡ്സ്, സൺഫ്ലവർ സീഡ്സ്, മെലൺ സീഡ്സ്, പിന്നെ നമുക്ക് കുറച്ച് ഓട്സും കൂടി വേണം. റോൾഡ് ഓട്സ് ആണെങ്കിൽ അത്രയും നല്ലത്. ബദാം മാത്രമാണ് 2 കപ്പ് എടുക്കുന്നത്. ബാക്കി ഓരോ ഐറ്റംസും നമ്മൾ ഓരോ കപ്പ് വീതമാണ് എടുക്കുന്നത്. ഇനി നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ്. ബട്ടറോ ഓയിലോ ഒന്നും യൂസ് ചെയ്യാതെ ഡ്രൈ റോസ്റ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ബദാം റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ പ്രോട്ടീൻ പൗഡറിലേക്ക് നമുക്ക് 2 കപ്പ് ബദാം ആണ് ആവശ്യമുള്ളത്. വേറെ ഒന്നും ആഡ് ചെയ്യാതെ ബദാം നമ്മൾ ഡ്രൈ റോസ്റ്റ് ആണ് ചെയ്തെടുക്കുന്നത്. നല്ല ബ്രൗൺ കളർ ആയി വരുന്നവരെ നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ബ്രൗൺ എന്ന് ഉദ്ദേശിക്കുന്നത് കരിഞ്ഞു പോകാത്ത തരത്തിലുള്ള ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെയാണ് നമ്മൾ റോസ്റ്റ് ചെയ്യുന്നത്. അത്ര വിസിബിൾ ആയിട്ട് കാണില്ല, പക്ഷെ നമുക്ക് അറിയാനായിട്ട് പറ്റും. വീഡിയോയിൽ ലൈറ്റിങ്ങിന്റെ ഡിഫറൻസ് കൊണ്ടാണ് നമുക്ക് അത്രയും നല്ലപോലെ കളർ അറിയാൻ പറ്റാത്തത്. നമ്മൾ കുക്ക് ചെയ്ത് എടുക്കുമ്പോഴേക്കും നമുക്കൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ഫീൽ ചെയ്യും. പിന്നെ ബദാം ഓൾറെഡി ഒരു ബ്രൗൺ ഷെയ്ഡ് ആയതുകൊണ്ടാണ് നമുക്ക് അത്ര വിസിബിൾ ആയിട്ട് അറിയാൻ പറ്റാത്തത്. ആവശ്യത്തിന് മാത്രം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ഈ ബദാം വേറൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഒട്ടും വെള്ളമില്ലാത്ത ഒരു ഡ്രൈ ബൗളിലേക്കാണ് നമ്മളിത് മാറ്റേണ്ടത്. അതിനുശേഷം നമ്മൾ 1 കപ്പ് കാഷ്യൂ നട്ട് എടുത്ത് അതേപോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അതിൽ നമ്മൾ ഓയിൽ ഒന്നും യൂസ് ചെയ്യുന്നില്ല. കാഷ്യൂ നട്ട്സിൽ നമുക്ക് നല്ലപോലെ അറിയാൻ പറ്റും ഒരു ബ്രൗൺ ഡോട്ട്സോ അല്ലെങ്കിൽ ബ്രൗൺ ഷെയ്ഡൊക്കെ വരും. അപ്പോഴേക്കും നമുക്കത് ട്രാൻസ്ഫർ ചെയ്യാം. അതിനുശേഷം നമുക്ക് 1 കപ്പ് വാൾനട്ട്സും കൂടി ഇതേപോലെ തന്നെ റോസ്റ്റ് ചെയ്ത് അതേ ബോളിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യാം. ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1 കപ്പ് പിസ്തയും കൂടി റോസ്റ്റ് ചെയ്ത് മാറ്റാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈങ് പാൻസ് യൂസ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾക്ക് ഫ്രൈങ് പാൻസ് അത്ര ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ പാത്രത്തിൽ ചെയ്യുന്നത്. ഈ കാണുന്നതാണ് മെലൺ സീഡ്സ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള സീഡ്സ് ആണ്. നമ്മൾ ഇതിൽ 3 ടൈപ്പ് സീഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ 1 കപ്പ് എടുത്താണ് റോസ്റ്റ് ചെയ്യുന്നത്. ഇതൊന്നും നമുക്ക് ഒരുപാട് ഇട്ടങ്ങ് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ലൈറ്റ് ബ്രൗൺ എന്ന് പറയുമ്പോൾ അത്രയും ബ്രൗൺ പോലും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ റോസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് പൊടിച്ചെടുക്കാനുള്ള എളുപ്പത്തിനാണ് നമ്മൾ ഡ്രൈ ആക്കുന്നത്. അല്ലെങ്കിൽ കുറച്ച് പീസസ് ആയിട്ട് കിടക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചെറിയ രീതിയിലാണെങ്കിലും വാട്ടർ കണ്ടന്റ് ഉണ്ടെങ്കിൽ നമുക്കിത് ചീത്തയാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പൊ നമ്മൾ ഇട്ടത് നമ്മുടെ അടുത്ത സീഡാണ്, അതായത് പംകിൻ സീഡാണ് ഇട്ടിട്ടുള്ളത്. ഇതും നമ്മൾ 1 കപ്പ് തന്നെയാണ് എടുത്ത് റോസ്റ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് സൺഫ്ലവർ സീഡ്സ് ആണ്. ഇത് നോർമൽ സീഡ്സിനേക്കാളും കുറച്ചുകൂടി ഒരു ചെറിയ കട്ടി കാണും. ഇതും നമ്മൾ അതേപോലെ തന്നെ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. റോസ്റ്റ് ചെയ്ത് നമ്മൾ സെയിം പ്ലേറ്റിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സ്പേസ് കുറവായോണ്ടാണ് കേട്ടോ മറ്റേ ബൗളിലേക്കും കൂടി കുറച്ചിട്ടത്. ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ഓട്സും കൂടി 1 കപ്പ് എടുത്ത് നമ്മൾ അതേപോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഓട്സ് എടുക്കുമ്പോൾ എപ്പോഴും റോൾഡ് ഓട്സ് എടുക്കുന്നതാണ് നല്ലത്. നമുക്കിവിടെ ഓട്സ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇത് തന്നെ എടുത്തത്. അതിനുശേഷം നമ്മൾ ഇതെല്ലാം കൂടി 2 ബോളിലാക്കി ഇട്ട് മിക്സ് ചെയ്തെടുത്താണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത്. പൊടിക്കുമ്പോൾ പലതും പല വശത്തായി പോവാതിരിക്കാനാണ് എല്ലാം കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്തത്. ആ ബൗൾ ചെറുതായിരുന്നത് കൊണ്ടാണ് നമ്മൾ 2 പ്ലേറ്റ്സിലേക്ക് മാറ്റിയാണ് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരുമിച്ചാക്കി എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ കുറച്ചായിട്ട് എടുത്ത് നല്ല രീതിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് പൗഡർ ആക്കി എടുക്കാൻ പോവാണ്. നമ്മുടെ മിക്സിയുടെ ഏറ്റവും ചെറിയ മിക്സർ ജാർ ഇല്ലേ, അതിൽ ചെയ്യുന്നതാണ് നല്ലത്. അതാവുമ്പോൾ നല്ല ഫൈൻ ആയിട്ട് പൊടിഞ്ഞു വരും. വലിയ ജാറാണെങ്കിൽ അത് നല്ലപോലെ പൊടിഞ്ഞു വരില്ല. അതേപോലെ തന്നെ കട്ടിയായിട്ട് അടുത്ത് കിടക്കും. പിന്നെ നമ്മൾ ചെറിയ ജാറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും അത്രയും ഫൈൻ പൗഡറായിട്ട് വരില്ല. കുറച്ചുകൂടിയൊക്കെ തരിതരിയായിട്ട് കിട്ടാനാണ് ചാൻസ്. ഇപ്പോൾ നമ്മുടെ പ്രോട്ടീൻ പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളത് എയർ ടൈറ്റ് ജാറിൽ വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ കുറെ നാളത്തേക്ക് ചീത്തയാവാതിരിക്കും. നമുക്കിത് ഡെയിലി 1 ഗ്ലാസ് പാലിൽ 2 ടേബിൾ സ്പൂൺ കലക്കി കുടിക്കാവുന്നതാണ്. വേണമെങ്കിൽ നമുക്ക് ആ പാലിലേക്ക് കുറച്ച് ചിയാ സീഡ്സും കൂടി ഇടാം. പിന്നെ മധുരത്തിന് കുറച്ച് ഈത്തപ്പഴം അരച്ചും കൂടി ചേർക്കാം. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.